ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ് നമ്മളിന്ന് ഗോസ്പലിലൂടെ കാണുന്നത്. യേശു വളരെ മനോഹരമായിട്ട് ഒരു കാലഘട്ടത്തുണ്ടായിരുന്ന കുറേ മനുഷ്യരുടെ മനസ്സിനെയും അവരുടെ ചിന്തകളെയും ചലഞ്ച് ചെയ്യുകയാണ്. വെറുതെയല്ല, വളരെ കൃത്യമായിട്ട് ഒരു ഉപമയിലൂടെ. ആ കാലഘട്ടത്തിൽ യഹൂദരുടെയൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. അവരുടെ ചിന്ത അവരാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമുള്ളവരെന്നാണ്. അന്ന് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ നല്ല വസ്ത്രം ഇടുന്നുണ്ടായിരുന്നു. ആ വസ്ത്രങ്ങളൊക്കെ വിദേശ രാജ്യത്ത് നിന്ന് വന്നതാണ്. വിദേശ രാജ്യം എന്ന് പറയുമ്പോൾ ടൈർ പ്രദേശത്തു നിന്നൊക്കെ വന്നതാണ്. അങ്ങനെയുള്ള വസ്ത്രമേ അവർ ഇടുകയുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ഭക്ഷണം ഉണ്ടായിരുന്നു. സമ്പത്തുള്ളതുകൊണ്ട് നല്ല ഭക്ഷണമുണ്ട്, നല്ലൊരു പ്രമുഖ സ്ഥാനം കിട്ടുന്നു, നല്ല രീതിയിൽ ഭക്ഷണം കിട്ടുന്നു. അതുകൊണ്ട് ഇതെല്ലാം ദൈവാനുഗ്രഹമായിട്ട് അവർ കരുതി. ഇങ്ങനെ ധനവാനെന്ന് യേശു ചിത്രീകരിക്കുന്നത് ആ കാലഘട്ടത്തിലെ യഹൂദരുടെ ഒരു ചിന്തയാണ്. അവർക്ക് ഒത്തിരി ദൈവാനുഗ്രഹമുണ്ട് എന്ന് അവരെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. അവർ ദൈവപുത്രനാണ്, അവർക്ക് നിത്യസൗഭാഗ്യത്തിൻ്റെ അവകാശമുണ്ട് എന്ന് അവർ ചിന്തിച്ചു. ഇങ്ങനെ ഈ ഭൂമിയിൽ സൗഭാഗ്യങ്ങളുള്ളതുകൊണ്ട് അവർക്ക് ഇനിയുള്ള ജീവിതത്തിലും സൗഭാഗ്യമുണ്ട് എന്ന് അവർ വിശ്വസിക്കുകയും പറഞ്ഞു നടക്കുകയും ചെയ്തു. അതേ കണക്ക് യേശുവിടെ ചിത്രീകരിക്കുന്നത് ഒരു ലാസറിനെ കുറിച്ചാണ്. ലാസർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു വിജാതീയ ഗണത്തെയാണ്. അതായത് ലാസർ ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരി ഒരു കൂട്ടത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ദാരിദ്ര്യം പിടിച്ച ഒരു മനുഷ്യൻ, ശപിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ശരീരം മുഴുവൻ മുറിവുകളൊക്കെ വന്ന് ധനവാന്റെ പടിവാതിൽക്കൽ കിടക്കാൻ വിധിക്കപ്പെട്ടവൻ. ആ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത് ആരൊക്കെയാണോ ഏറ്റവും അധികം ദാരിദ്ര്യം അനുഭവിക്കുന്നത്, ആരൊക്കെയാണോ ഈ ഭൂമിയിൽ ഏറ്റവും അധികം പട്ടിണി മൂലം വിശപ്പ് അനുഭവിക്കുന്നവൻ, അവരൊക്കെ ഈ ഭൂമിയിൽ മാത്രമല്ല ഇനി നിത്യനരകാഗ്നിക്കും അവൻ അർഹരാകുമെന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് ഇവൻ ഈ ഭൂമിയിലും സങ്കടമായിരിക്കും, ഇനിയുള്ള ജീവിതത്തിലും സങ്കടമായിരിക്കും. ഇങ്ങനെ ഒരു ചിന്താഗതി യഹൂദർക്കുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും അധികം മനോഹരമായ ഒരു മോശ ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ യേശു ഉപമ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയും. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങളിൽ നക്കിയിരുന്നുവെന്ന്. യഹൂദർ നായ്ക്കളായിട്ട് കരുതിയിരുന്നത് വിജാതീയരെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചിന്തിച്ചത് ആരെങ്കിലുമൊക്കെ ഇനി അവനെ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ ആ വിജാതീയർ മാത്രമേ ശുശ്രൂഷിക്കുകയുള്ളൂ. ഒരു നായ്ക്കളെ കണക്ക് തുല്യനുമാക്കപ്പെട്ടവനാണ് അവനെ ശുശ്രൂഷിക്കുന്നത് എന്ന ഒരു മനോഭാവം ആ കാലഘട്ടത്തുണ്ടായിരുന്നു. ഇതെല്ലാം യേശു രണ്ട് വ്യക്തികളിലും ഒരു വീടിൻ്റെ ചുറ്റുപാട് നിന്ന് ഇങ്ങനെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് യേശു സെക്കൻഡ് പാർട്ടിൽ കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചു. ആ ചിന്താഗതിക്ക് പുതിയൊരു ദിശ കാട്ടിക്കൊടുത്തു. എന്നിട്ട് യേശു പറഞ്ഞു, ആ ലാസർ അവൻ അബ്രഹാത്തിൻ്റെ മടിയിലാണ്, എന്നാൽ ധനവാനാകട്ടെ അവൻ നിത്യനരകാഗ്നിക്കുമാണ്. പക്ഷേ ചിന്തിച്ച കാര്യം പോലെ ആയിരിക്കില്ലല്ലോ നടക്കുന്ന കാര്യങ്ങൾ. യേശു പറയുന്നത് ആരൊക്കെയാണോ ഈ ഭൂമിയിൽ വേദന അനുഭവിക്കുന്നത്, ഈ ഭൂമിയിൽ സങ്കടം അനുഭവിക്കുന്നത്, ഈ ഭൂമിയിൽ കണ്ണീരൊഴുക്കുന്നത്, അവനെല്ലാവരും ദൈവത്തിൻ്റെ മടിത്തട്ടിലാണ് ഇടം. അവന് സ്വർഗ സൗഭാഗ്യത്തിൽ എല്ലാ ആനന്ദവും ലഭിക്കും. ആരൊക്കെയാണോ ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നത്, അവനൊക്കെ പിന്നീട് നിത്യ നരകാഗ്നിയാണ്. ഇതിലൊരു പ്രശ്നമുണ്ട്. ആരെങ്കിലും ഈ ഭൂമിയിൽ സന്തോഷം അനുഭവിച്ചാൽ അതൊരു പ്രശ്നമല്ല. ആർക്കെങ്കിലും ഈ ഭൂമിയിൽ ഒത്തിരി കാശുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും അല്ല ചിന്തിക്കേണ്ടത്. ഇവിടെ പ്രശ്നം ധനവൻ അവന് ധനമുണ്ടായ ഒരു പ്രശ്നമല്ല, പക്ഷേ അവൻ്റെ മുറ്റത്ത് കിടന്ന ഒരു പാവപ്പെട്ടവനെ കണ്ണുകൊണ്ട് നോക്കാൻ പോലും മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ് അവൻ ചെയ്ത തെറ്റ്. നമ്മുടെയൊക്കെ ചുറ്റുപാടും ഒത്തിരി സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവരൊന്നും മോശക്കാരൊന്നുമല്ല, അവരൊക്കെ നല്ല മനുഷ്യരാണ്. അവർ കാരണം തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ ഉയർത്തപ്പെട്ടതും അവർ കാരണമാണ് ഒരുപക്ഷെ വലിയ ആതുര ശുശ്രൂഷകളൊക്കെ നടക്കുന്നത്. പക്ഷെ ഈ ധനമുണ്ടായിട്ടും പാവപ്പെട്ടവരിലേക്ക് കണ്ണോടിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആരെങ്കിലുമൊക്കെ ധനമുള്ളവനുണ്ടെങ്കിൽ അവനെ മാറ്റി നിർത്തുകയല്ല ഇന്നത്തെ ഗോസ്പൽ, മറിച്ച് പാവപ്പെട്ടവനിലേക്കും കണ്ണോടിക്കാതെ പോകുന്ന ധനവാനിലെ ചോദ്യം ചെയ്യുന്നതാണ് ഇന്നത്തെ ഗോസ്പൽ. പ്രിയമുള്ളവരും, ആ ഒരു ചിന്താഗതി അന്ന് യഹൂദർക്കുണ്ടായിരുന്നു. അവരാണ് മേന്മയുള്ളവരെന്ന് കരുതി അവർ പാവപ്പെട്ടവരുടെ നേരെ അവർ കണ്ണോടിക്കാതെ മാറി നിന്നു. ഇന്നത്തെ ഗോസ്പൽ നമുക്ക് നൽകുന്നത് വലിയൊരു ഐ ഓപ്പണിംഗ് ആണ്. ഈ ഭൂമിയിൽ നമുക്ക് നല്ല രീതിയിൽ സൗഭാഗ്യമുണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സൗഭാഗ്യവും സന്തോഷമൊക്കെ നിലനിൽക്കുന്നത് മറ്റുള്ളവനും കൂടി നൽകാനും അവൻ്റെ കണ്ണീരിനും കൂടി തുടയ്ക്കാനുള്ളൊരു മനസ്സുണ്ടാകുമ്പോഴാണ്. അങ്ങനെ നമ്മുടെ സൗഭാഗ്യം മറ്റുള്ളവൻ്റെ എച്ചിൽ പാത്രത്തിലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമാകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ കരുണ. ഇനി നമുക്ക് ലഭിച്ച സൗഭാഗ്യത്തിൻ്റെ കണക്കുകൾ പറയുമ്പോഴും തൊട്ടടുത്ത് നിൽക്കുന്ന പാവപ്പെട്ടവനെ നോക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതിനേക്കാളും മഹാപാവം മറ്റൊന്നുമില്ല. ക്രിസ്തു ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ധനമുള്ളവനൊക്കെ ഭാഗ്യവാനം തന്നെയാണ്, പക്ഷേ പാവപ്പെട്ടവനിലേക്ക് എത്താത്ത കൈകളും പാവപ്പെട്ടവനിലേക്ക് നോക്കാത്ത കണ്ണുകളുമാണ് ഏറ്റവും പാവമുള്ളത്.
അതാണ് അവനെ നിത്യ നരകാഗ്നിക്ക് അർഹനാക്കി തീർക്കുന്നത്. ദൈവം ഒത്തിരി കൃപകൾ കൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ കൃപയിലാണ് നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഈ കൃപകളും ദാനങ്ങളുമൊക്കെ പാവപ്പെട്ടവനിലേക്ക് എത്താനുള്ള ഒരു ക്ഷണമാകട്ടെ ഈ തപസ്സുകാലം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാം നിന്റെ ദാനം, എല്ലാം നിന്റെ ദാനം, എല്ലാം നിന്റെ ദാനം, എല്ലാം നിന്റെ ദാനം. നേടിയൊന്നുമില്ല, എല്ലാം അപ്പാ നിന്റെ ദാനം. നേടിയൊന്നുമില്ല, എല്ലാം അപ്പാ നിന്റെ ദാനം. രക്ഷയതോ നിന്റെ ദാനം, പുത്രനെ തന്നല്ലോ നിന്റെ ദാനം. രക്ഷയതോ നിന്റെ ദാനം, പുത്രനെ തന്നല്ലോ നിന്റെ ദാനം. നേടിയതൊന്നുമില്ല, എല്ലാം അപ്പാ നിന്റെ ദാനം. നേടിയതൊന്നുമില്ല, എല്ലാം അപ്പാ നിന്റെ ദാനം. എൻ ദർശനമോ നിന്റെ ദാനം, എൻ ലക്ഷ്യമതോ നിന്റെ ദാനം. എൻ ദർശനമോ നിന്റെ ദാനം, എൻ ലക്ഷ്യമതോ നിന്റെ ദാനം. നേടിയതൊന്നുമില്ല, എല്ലാം അപ്പാ നിന്റെ ദാനം. നേടിയതൊന്നുമില്ല, എല്ലാം അപ്പാ നിന്റെ ദാനം.
ദാനം എൻ വേദനയോ നിന്റെ ദാനം എൻ സന്തോഷമോ നിന്റെ ദാനം എൻ വേദനയോ നിന്റെ ദാനം നേടിയതൊന്നുമില്ല എല്ലാമപ്പാ നിന്റെ ദാനം നേടിയതൊന്നുമില്ല എല്ലാമപ്പാ നിന്റെ ദാനം എല്ലാമെല്ലാം നിന്റെ ദാനം എല്ലാമെല്ലാം നിന്റെ ദാനം എല്ലാമെല്ലാം നിന്റെ ദാനം എല്ലാമെല്ലാം നിന്റെ ദാനം നേടിയതൊന്നുമില്ല എല്ലാമപ്പാ നിന്റെ ദാനം